നമസ്കാരം. ഞാനിന്ന് നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള ഏഴലോട് കാരാട്ട് കല്ലന്താട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ്. 2026 തെയ്യം കാഴ്ചകൾ അതിൻ്റെ ഗാംഭീര്യത്തിൽ നിൽക്കുന്ന ഈ ജനുവരി മാസത്തിൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമമായ കളിയാട്ട മഹോത്സവത്തിൻ്റെ വിശേഷങ്ങൾ കാണാം. വടക്കൻ മലബാറിൻ്റെ വിശ്വാസക്കരുത്തായ കല്ലന്താട്ട് ഭഗവതിയുടെ സന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഭഗവതിയുടെ കോലം അണിയറയിൽ നിന്നും ക്ഷേത്രമുറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ്. ദേവി തൻ്റെ മുടി അണിയുന്നതിനു മുൻപായി ഓരോ ഭക്തൻ്റെയും അരികിലെത്തി അവർക്ക് ചന്ദനം തൊടുവിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ദേവിയുടെ കൈകളിൽ നിന്നും നേരിട്ട് ചന്ദനം സ്വീകരിക്കുക എന്നത് ഓരോ വിശ്വാസിക്കും ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യമാണ്. കല്ലന്താട്ട് ക്ഷേത്രമുറ്റത്ത് ഭഗവതിയുടെ തിരുമുടി നിവർത്താൻ പോകുകയാണ്. ഭഗവതി തെയ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഉയരമുള്ള മുടിയാണ്. ചുവന്ന പട്ടുകൾ കൊണ്ട് അലങ്കരിച്ച ദേവിയുടെ മുടി പ്രൗഢിയുടെ പ്രതീകമാണ്. മുടി വെച്ച് കഴിഞ്ഞാൽ തെയ്യം അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് മാറുകയാണ്. ആ വലിയ മുടിയും വഹിച്ചുകൊണ്ട് ദേവി എഴുന്നേൽക്കുമ്പോൾ കാരാട്ട് കല്ലന്താട്ട് കാവ് മുഴുവൻ ആ ചൈതന്യത്തിൽ നിറയുന്നു. ഭക്തരുടെ ആർപ്പുവിളികളും ചെണ്ടയുടെ താളവും ചേരുമ്പോൾ ഇവിടെ ഒരു പുണ്യ നിമിഷം പിറക്കുകയാണ്. ആ മുടി കാറ്റിൽ വീശിയടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശബ്ദം പോലും വല്ലാത്തൊരു അനുഭൂതിയാണ് നൽകുന്നത്. കളിയാട്ടത്തിലെ ഏറ്റവും വൈകാരികമായ നിമിഷം എത്തിയിരിക്കുകയാണ്. കല്ലന്താട്ട് ഭഗവതി ഇപ്പോൾ ക്ഷേത്രമുറ്റത്തെ മറ്റ് തെയ്യക്കോലങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഗുളികനും വിഷ്ണുമൂർത്തിയും അടക്കമുള്ള മറ്റ് ദേവതകൾ ക്ഷേത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭഗവതിയുടെ അടുത്തേക്ക് നീങ്ങുന്നു. ഇത് വെറുമൊരു കൂടിക്കാഴ്ചയല്ല, സ്വർഗീയമായ ഒരു ഒത്തുചേരലാണ്.
തെയ്യക്കോലവും പരസ്പരം അഭിമുഖമായി നിൽക്കുന്നു. ഭഗവതി മറ്റുള്ള തെയ്യങ്ങളെ വണങ്ങുമ്പോൾ അവരും തിരിച്ച് ഭഗവതിയെ വണങ്ങുന്നു. വാളും പരിചയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പരസ്പരം ആദരവ് പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ ദൈവങ്ങൾക്കിടയിലെ ഈ വിനയവും സ്നേഹവും നമ്മെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2026 ഈ കളിയാട്ട മഹോത്സവം വെറുമൊരു കാഴ്ചയല്ല, അതൊരു വലിയ ആത്മീയ അനുഭവം തന്നെയാണ്. കാറ്റിൽ പറക്കുന്ന ആ വലിയ തിരുമുടിയും ഭഗവതിയുടെ ചടുലമായ നൃത്തവും ദൈവങ്ങൾ പരസ്പരം വണങ്ങുന്ന ആ അപൂർവ നിമിഷങ്ങളും എന്നും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കും. കല്ലന്താട്ട് ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ തെയ്യം അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ മനോഹരമായ കാഴ്ചകളുമായി വീണ്ടും വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.